ഹായ് ഫ്രണ്ട്സ്, അസ്സാമലൈക്കും. ഡെയിലി റൂട്ടീനായിട്ട് നമ്മൾ ഇന്നും വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നേ ദിവസം ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ വെള്ളപ്പാട്ട് ഉണ്ടാക്കിയത്. തലേ ദിവസത്തെ കുറച്ച് ബീഫ് കറി ഉണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് കുറച്ച് കുറച്ച് തക്കാളിയും തേങ്ങയൊക്കെ വെട്ടിയിട്ടൊരു കറി റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ, സിമ്പിളായിട്ട്. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ നമ്മളെന്നും ഡെയിലി റൂട്ടീനായിട്ടാണ് നമ്മളെ വീഡിയോ കൊണ്ടുവരൽ. പിന്നെ അപ്പോൾ ഞാൻ 2 വെള്ളപ്പം എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വേറെ ഓരോരോ ജോലികളൊക്കെ എടുക്കും. അങ്ങനെയൊക്കെയാണ് നമ്മളെ ഡെയിലി കാര്യങ്ങൾ. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കാം കേട്ടോ. എന്തായാലും കാണുന്നവരൊക്കെ കമൻറ്റ് അറിയിക്കണവരൊക്കെ ഉണ്ട്. എല്ലാവർക്കും താങ്ക്സ്. പിന്നെ ഇന്നേ ദിവസം നമ്മൾ ലഞ്ച് റെഡിയാക്കാന്ന് എഴുതിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് കുമ്പളത്തിൻ്റെ ഇല പറിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് വെച്ചിട്ട് ഒരു കറി റെഡിയാക്കാന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ കുറച്ച് ചിക്കൻ ഉണ്ട് കേട്ടോ. അത് ഞാനൊന്ന് വരട്ടിയിട്ടൊന്ന് കുക്ക് ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇപ്പോൾ ഇതൊക്കെ സിമ്പിളായിട്ടുള്ള വീഡിയോ ആക്കിയതാണ്. പിന്നെ നമ്മളൊരു പയർ തോരൻ വെച്ചിട്ടുണ്ട്. പയറും പച്ചക്കായും കൂട്ടിയിട്ട് മിക്സഡ് ഒരു തോരനൊക്കെ ലഞ്ചിൻ്റെ ടൈം കഴിക്കുമ്പോൾ അടിപൊളി ടേസ്റ്റല്ലേ. അപ്പോൾ നമ്മൾ ചിക്കന് ഞാൻ ഇതുപോലെ ചിക്കനും ചോറും ചോറും കൂട്ടാനൊക്കെ ഇന്നത്തേത് ഇത്രയാണ് കേട്ടോ. അപ്പോൾ ഇന്നേ ദിവസം കുക്കിങ്ങും ക്ലീനിങ്ങും ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായി കേട്ടോ. അപ്പോൾ നമ്മളെ തൊട്ടടുത്തുള്ളവരൊക്കെ തോട്ടിലേക്ക് പോകുന്നുണ്ട് കേട്ടോ അലക്കാനായിട്ട്. അപ്പോൾ ഞാൻ കരുതി കറണ്ടില്ല കേട്ടോ. കറണ്ടില്ലാത്തപ്പോൾ ഞാനും കരുതി അന്ന് തോട്ടിലേക്ക് പോവാം, കുട്ടികൾക്കൊക്കെ തോട്ടിലേക്ക് പോവാന്ന് കരുതിയിട്ട് പാടത്ത് കൂടെ അങ്ങനെ പോവാൻ കേട്ടോ. അപ്പോൾ നമ്മളെ തോടാണ് കേട്ടോ, തോട്ടിലേക്ക് പോണ വഴിയാണ് കേട്ടത്. അപ്പോൾ ഇന്നേ ദിവസം കറണ്ടില്ല. അപ്പോൾ ഞാൻ കരുതി തോട്ടിൽ നിന്ന് തിരുമ്പാൻ. പിന്നെ ഇതാണ് കേട്ടോ കൈതോല. നമ്മളെ തോട് നിറച്ച് ഇതുപോലെ തോടിൻ്റെ അരികിലൂടെ അങ്ങനത്തെ കൈതോല ഉണ്ട് കേട്ടോ. ഇത് വെച്ചിട്ട് നമ്മളെ അമ്മമ്മയൊക്കെ പണ്ട് പായ ഉണ്ടാക്കിയിരുന്നു കേട്ടോ. നമുക്ക് കടന്നുറങ്ങണ പായല്ലേ, നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ തോട്ടിലെ ചാട്ടം കഴിഞ്ഞ് കുട്ടികൾക്ക് നമുക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് ചോറൊക്കെ വിളമ്പാൻ നമ്മൾ തോട്ടിൽ ചാടി വന്നപ്പോൾ നല്ല വിശപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടി റെഡി ആയിക്കാണ്. പിന്നെ ഒരു 4 മണിയൊക്കെ ആയപ്പോൾ അടുപ്പിൽ നന്നായിട്ട് കത്തുന്നുണ്ട് കേട്ടോ വിറക്. അപ്പോൾ ഞാൻ കരുതി പായസം റെഡിയാക്കാമെന്ന് എഴുതിയിട്ടുണ്ട് കേട്ടോ. ചായ ആകുമ്പോൾ അതിലേക്ക് ഒരു കടിയൊക്കെ ഉണ്ടാക്കണ്ടേ, സ്നാക്സ്. അപ്പോൾ ഞാൻ കരുതി പായസത്തിൻ്റെ ചെറുപയർ പരിപ്പ് ഉണ്ടായിട്ടോ. അപ്പോൾ നന്നായി പരിപ്പ് വെന്ത് കഴിഞ്ഞാൽ ഞാൻ പെട്ടെന്ന് തന്നെ കുറച്ച് ചെറിയ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഏലക്ക അങ്ങനത്തെ ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് തേങ്ങാപ്പാലൊന്ന് തേങ്ങാപ്പാലൊന്ന് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. അല്ലാത്ത ഒരു ഇതൊന്നുമില്ല, അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. ഞാനിപ്പോൾ ഒരു സിമ്പിളായിട്ട് കുറച്ച് ശർക്കര പാനി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഈവനിങ് അങ്ങനെയും കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ രാത്രി ആയപ്പോൾ നമ്മൾ കുറച്ച് ഫ്രൈഡ് ചിക്കൻ ഓർഡർ ചെയ്തിട്ടുണ്ടായി കേട്ടോ. നല്ല സ്പൈസി ആയിട്ടുള്ള നല്ല ടേസ്റ്റുള്ള ചിക്കനാണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടില്ല. നമ്മളെ തൊട്ടടുത്ത് തന്നെ ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ കുറച്ച് ഓർഡർ ചെയ്തിട്ടുണ്ടായി കേട്ടോ. ഇന്നേ ദിവസത്തെ ഡെയിലി റൂട്ടീൻ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. നമ്മളെ സിമ്പിൾ ഡേ റൂട്ടീനാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ നമ്മളെന്നും ഡെയിലി റൂട്ടീന് വീഡിയോ ആണ് കേട്ടോ നമ്മൾ ചെയ്യാറുള്ളത്. സ്പെഷ്യൽ റെസിപ്പീസൊന്നും നമ്മൾ ഇന്നേ ദിവസം റെഡിയാക്കിയിട്ടില്ല കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ഡേ നമുക്ക് അടിപൊളിയായിട്ടുള്ള വീഡിയോ ഒക്കെ ചെയ്യാം ഇൻഷാ അല്ലാഹ്. പിന്നെ എന്തായാലും എല്ലാവരും മുഴുവനായി കണ്ടു നോക്കുക. അത് കുട്ടി വ്ളോഗാണ് കേട്ടോ ഇന്നേ ദിവസത്തേത്. അപ്പോൾ നമ്മളെ നെക്സ്റ്റ് വീഡിയോ കാണാം. അസ്സലാമു അലൈക്കും.